ഹായ്, ഞാൻ ഡോക്ടർ അമിത, ഇത് ഡോക്ടർ പ്രിയദർശിനി. ഇന്ന് നമുക്ക് 3-ാം മാസത്തിലെ സ്കാനിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയാം അല്ലേ മാഡം? മൂന്നാമത്തെ മാസം അല്ലെങ്കിൽ സ്കാനിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്കാനിങ് ആണ്. നമ്മൾ എല്ലാവരോടും എന്തായാലും എടുത്തിരിക്കണം എന്ന് പറയുന്ന സ്കാനിങ് ആണ്. അപ്പം അത് എപ്പോഴാണ് അമിത അതിന്റെ എക്സാക്ട് സമയം? ഐഡിയലി 3-ാം മാസത്തെ സ്കാൻ നമ്മൾ 11 to 14 വീക്സിനിടയിൽ ചെയ്യണം എന്നാണ് പറയുക. പക്ഷെ ഐഡിയൽ ടൈം എന്ന് പറയുന്നത് ബിറ്റ്വീൻ 12 and 13 വീക്സ് ആണ്. കാരണം 11 വീക്സിൽ കുഞ്ഞ് വളരെ ചെറുതായിരിക്കും. അപ്പൊ അതില് നമുക്ക് അതിന്റെ ഓർഗൻസ് ഒക്കെ കാണാൻ കുറച്ച് പാടായിരിക്കും. 12 ആഴ്ച കഴിയുമ്പോഴേക്കും ഓർഗൻസ് ഒക്കെ കുറച്ചും കൂടെ വലുതാവും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഹാർട്ടും കണ്ണിന്റെ ലെൻസും അതൊക്കെ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ് അമിത ഈ സമയത്ത് നമ്മൾ ഈ സ്കാനിങ്ങിലൂടെ കാണാം? ഈ സമയമാകുമ്പം കുഞ്ഞ് ഒരു മിനിയേച്ചർ ഹ്യൂമൻ ബീയിങ് ആയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പല സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസും അറ്റ് ദ ഏർലിയസ്റ്റ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ജനിതകായ അസുഖങ്ങൾ, അതായത് പല ജനിതകായ അസുഖങ്ങളെ നമുക്ക് സ്കാനിങ്ങിലൂടെ അറിയാൻ പറ്റില്ല. അവ വരാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള സൂചനയും നമുക്ക് ഈ സ്കാനിങ്ങിലൂടെ കിട്ടും. അപ്പൊ സ്ട്രക്ചറൽ അനോമലീസ് എന്ന് പറയുമ്പോൾ ഈ സമയമാകുമ്പോഴേക്കും ബേബിയുടെ ഓൾമോസ്റ്റ് തലവേഴ, ബോഡി വേഴ, കയ്യ്, കാല് ഒക്കെ കാണാൻ പറ്റുന്ന കാരണം അതേമാതിരി ഇന്റേണൽ ഓർഗൻസ്, ബ്രെയിൻ ആയാലും ഹാർട്ട് ആയാലും കിഡ്നീസ് ആയാലും അതിന്റെ ഒക്കെ മിനിയേച്ചർ ഗ്രൂപ്പിൽ ആയ കാരണം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അല്ലെ കുറെ. അപ്പം ഈ ബാക്കിയുള്ള അനോമലീസ്, അപ്പൊ അമിത പറഞ്ഞല്ലോ ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്തൊക്കെ അനോമലീസ് ആണ് നമ്മൾ ഈ സമയത്ത് നോക്കുന്നത്? അതായത് ഈ ജനറ്റിക് അബ്നോർമാലിറ്റീസിന്റെ ലക്ഷണങ്ങൾ എന്നൊന്ന് ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് NT അല്ലെങ്കിൽ ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസി ആണ്. അത് കുട്ടിയുടെ കഴുത്തിന് പുറകിലുള്ള ഒരു മെഷർമെന്റ് വെച്ചിട്ടാണ് നമ്മൾ അത് അസസ് ചെയ്യുക. അത് വളരെ കൂടുതലാണോ നോർമൽ ആണോ എന്നൊക്കെ നോക്കിയിട്ട്, അത് കൂടുതലാണെങ്കിൽ കുട്ടിക്ക് ജനിതകമായ അബ്നോർമാലിറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ നോക്കുന്നത് കുട്ടിയുടെ മൂക്കിന്റെ എല്ല്, അത് ചിലപ്പം തെളിഞ്ഞ് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട്. അപ്പം മൂക്കിന്റെ എല്ല് തെളിഞ്ഞ് കണ്ടില്ലെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുട്ടിക്ക് മൂക്കില്ല എന്നുള്ളതല്ല അർത്ഥം. അതിന് മിക്കവാറും ഇങ്ങനെ മൂക്കിന്റെ എല്ല് തെളിഞ്ഞ് കാണാത്ത കുഞ്ഞുങ്ങള് 100 പേരുണ്ടെന്ന് വെച്ചോ, അതിൽ 99 പേർക്കും കുഞ്ഞു മൂക്കായിരിക്കും, അതായത് പേരൻസിന് ചെറിയ മൂക്കായിരിക്കും. 1-2 പേർക്ക് മാത്രം ചിലപ്പോൾ ഡൗൺ സിൻഡ്രോം എന്നുള്ള അസുഖം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ NT സ്കാൻ പറയുന്നത് ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസി ആണല്ലോ. എന്താണ് ഈ ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസി? സപ്പോസ് കൂടുതലാണ്, നമുക്കൊരു കട്ട് ഓഫ് ഉണ്ടാവുമല്ലോ, അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ NT വളരെ കൂടുതലാണ്, കുഞ്ഞിന് ചുറ്റും നീരുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയും അത്രേ തന്നെ കൂടുതലാണ്. നമുക്ക് വേണമെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും ടെസ്റ്റ് ചെയ്തിരിക്കണം. ടെസ്റ്റ് ചെയ്ത് കാരണം കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ ഇത് എന്തുകൊണ്ട് വന്നു, ഇനി അടുത്ത പ്രഗ്നൻസിയിൽ വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ പ്രഗ്നൻസിയിൽ ഇപ്പൊ നമ്മൾ കാരണം കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ, അടുത്ത പ്രഗ്നൻസിയിൽ നമുക്ക് ഇത് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പൊ ഈ 3-ാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് റിപ്പോർട്ടിൽ ഒരു പ്രശ്നമില്ല, സ്ട്രക്ചറലി ബേബി ഓക്കെയാണ്, NT നോർമൽ ആണ്, അങ്ങനെ കാണുന്ന ആൾക്കാർക്കും ചിലപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയാറില്ലേ? അത് എന്ത് ടെസ്റ്റിനാണ് നമ്മൾ ചെയ്യാൻ പറയുന്നത്? അതിന്റെ എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മളത് ചെയ്യുന്നത്? അതെന്താന്ന് വെച്ചാല്, സമൂഹത്തിൽ സാധാരണയായി കാണുന്ന 3 ജനറ്റിക് സിൻഡ്രോംസ് ഉണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഡൗൺ സിൻഡ്രോം ആണ്, ബുദ്ധിമന്ദതയ്ക്ക് കാരണമാവുന്ന ഒരു അസുഖമാണ് ഇത്. രണ്ടാമത്തത് ട്രൈസോമി 18, രണ്ടാമത്തെ ട്രൈസോമി 13. അത് നമ്മളെ ഇത്രയധികം ലക്ഷക്കണക്കിന് പ്രസവം നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അല്ലെ. അതില് 800 പ്രസവം നടക്കുമ്പോൾ അതിൽ ഒരു കുഞ്ഞിനെങ്കിലും ഡൗൺ സിൻഡ്രോം ഉണ്ടാവും എന്നാണ് കണക്ക്. അത് അങ്ങനെ നോക്കുമ്പോൾ അത് വളരെ കൂടുതലുള്ള ഇൻസിഡൻസ് ആണ്. ഇത് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ടിപ്പിക്കലി എന്താ പറയാ, ഷോർട്ട് സ്റ്റേച്ചേർഡ്, ഉയരം കുറഞ്ഞ്, മംഗോൾ ഫേഷീസ്, ബുദ്ധിമന്ദത അതൊക്കെ ഉള്ള കുഞ്ഞുങ്ങളായിരിക്കും. അപ്പൊ ചെറിയ അതെ 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 അപ്പം ഇത് മൂന്നും, അത് കഴിഞ്ഞിട്ടുള്ള ഇൻസിഡൻസ് ഈ ട്രൈസോമി 13-ഉം ട്രൈസോമി 18-ഉം ഉണ്ട്. ഈ 3 തന്നെ നമുക്ക് 100% അക്യുറസിയോടുകൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് 3-ന്റെയും ഇൻസിഡൻസ് വളരെ കൂടുതലുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് 3-നും മാത്രം സ്ക്രീനിങ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതില് ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞ അസുഖം ഒരിക്കലും സ്കാനിങ്ങിലൂടെ മാത്രം നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അതിന് സെപ്പറേറ്റ് സ്ക്രീനിങ് ടെസ്റ്റിലൂടെ തന്നെ പറ്റുള്ളൂ.
അപ്പൊ സ്ക്രീനിങ് ടെസ്റ്റ് നമ്മൾ എല്ലാവർക്കും ഓഫർ ചെയ്യുന്ന ഒരു ടെസ്റ്റ് അല്ലേ അമിത? എല്ലാവരോടും നമ്മൾ പറയുമെങ്കിലും അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കേണ്ട അധികാരം ആ പേരൻസിനാണ്. കാരണം എന്താന്ന് വെച്ചാല് ഈ അസുഖങ്ങൾക്കൊന്നും തന്നെ ട്രീറ്റ്മെന്റ് ഇല്ല. അപ്പം ഈ ടെസ്റ്റ് നമ്മൾ എന്തിനാണ് ചെയ്യണതെന്നും, അതായത് നമ്മുടെ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനാണ് നമുക്ക് ഈ ടെസ്റ്റ്. ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ടെർമിനേഷൻ ആണ് ഒരേ ഒരു ഓപ്ഷൻ. അപ്പൊ ചില ആൾക്കാർ എങ്ങനെയുള്ള കുഞ്ഞുങ്ങളായിട്ടും അവരെ ആക്സെപ്റ്റ് ചെയ്ത് അവരെ നല്ല രീതിയിൽ വളർത്താൻ റെഡി ആവണവരുണ്ട്. അങ്ങനെയുള്ളവരിൽ പലരും ചിലപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതില് പോസിറ്റീവ്, അതിന്റെ അർത്ഥം ഡൗൺ സിൻഡ്രോമോ അല്ലെങ്കിൽ മറ്റുള്ള ട്രൈസോമീസ് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രഗ്നൻസി വേണ്ട വെക്കാനുള്ള ഒരു ഓപ്ഷനെ. എന്താ വെച്ചാൽ നമുക്ക് വേറെ ചേസ്റ്റ് മാറ്റാനുള്ള അസുഖമൊന്നും അല്ല, അത് ജനറ്റിക് ആയ കാരണം. അപ്പൊ ഇത് കൂടി ആൾക്കാർ മനസ്സിലാക്കി ചെയ്യാം, ടെസ്റ്റിന് ചെയ്യാം അല്ലേ? NT സ്കാൻ അല്ലെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ അനോമലി സ്കാൻ എന്ന് പറയുന്നത് എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട സ്കാനിങ് ആണ്. ഇതിൽ കൂടെ കുഞ്ഞിനെ പറ്റി ഒരുപാട് വിവരങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ ജനറ്റിക് എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റ് ആണ് ജനറ്റിക് അബ്നോർമാലിറ്റീസിന് വേണ്ടി ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അത് കൺഫേം ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.